പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? പച്ചപ്പും ഹരിതാഭയും അതുപോലെ കരിമ്പനയും ചൂടും കൽപ്പാത്തി രഥോത്സവവും ഒക്കെയാണ്. എന്നാൽ ഇനി മുതൽ അതുമാത്രമല്ല, ലോക ചരിത്രത്തിൽ ഒരു നാസ ശാസ്ത്രജ്ഞനോ ഒരു ബഹിരാകാശ ഗവേഷകനോ ഓർക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ജില്ലയായിട്ട് നമ്മുടെ സ്വന്തം പാലക്കാട് മാറാൻ പോവുകയാണ്. ഒരു വശത്ത് നാസയുടെ ബഹിരാകാശ ദൗത്യത്തിനായിട്ട് നാളെ, അതായത് ജൂലൈ 14 അമേരിക്കൻ സമയം പ്രകാരമാണ് കുതിച്ചുയരാൻ തയ്യാറെടുക്കുന്ന ഡോക്ടർ അനിൽ മേനൻ. മറുവശത്ത് 2024 ലോകത്തെ ആദ്യത്തെ കമേഴ്ഷ്യൽ സ്പേസ് വാക്ക് നടത്തി ചരിത്രം കുറിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനൻ. ഇതിനൊക്കെ പുറമെ ഇന്ത്യയുടെ സ്വന്തം അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഈ 3 പേർക്കും ഒരൊറ്റ കണക്ഷനാണുള്ളത്: കേരളത്തിലെ പാലക്കാട് ജില്ല. ഇത് വെറും ഒരു വാർത്തയല്ല, ദൈവത്തിന്റെ സ്വന്തം നാട് പ്രപഞ്ചത്തിന്റെ അറ്റത്തോളം എഴുതി ചേർക്കുന്ന ഒരു വിജയഗാഥയാണ്. ലോകത്തിലെ വലിയ വലിയ വികസിത രാജ്യങ്ങളിലെ വലിയ വലിയ നഗരങ്ങൾക്ക് പോലും അവകാശപ്പെടാനില്ലാത്ത ഒരു അപൂർവ റെക്കോർഡാണ് ഇപ്പോൾ പാലക്കാടിന് സ്വന്തമായിരിക്കുന്നത്. 3 പ്രമുഖ ബഹിരാകാശ യാത്രികരുമായിട്ടാണ് ഈ ഒരൊറ്റ ജില്ല ഇപ്പോൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് പാലക്കാട് ഒലവക്കോട് സ്വദേശിയായ എയർ കമോഡോർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇസ്രോയുടെ ചരിത്രപരമായ ഗഗൻയാൻ ദൗത്യത്തിനായിട്ട് ഇന്ത്യ തിരഞ്ഞെടുത്ത 4 ആസ്ട്രോനോട്ട്സിൽ പ്രധാനിയാണ് അദ്ദേഹം. ഹ്യൂസ്റ്റണിൽ വെച്ച് നാസയുടെ ആസ്ട്രോനോട്ട്സിനൊപ്പം അദ്ദേഹം ട്രെയിനിങ് നേടിയിട്ടുണ്ട്. അനിൽ മേനന്റെ ഈ ഒരു വലിയ ദൗത്യത്തിന് തൊട്ടു മുൻപ് പ്രശാന്ത് നായർ ഹ്യൂസ്റ്റണിൽ നിന്ന് വളരെ വൈകാരികമായ ഒരു ആശംസാ സന്ദേശം അറിയിച്ചിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ആളുകൾ എന്ന് പറയുന്നത് ദമ്പതികളാണ്. നാസയുടെ ആസ്ട്രോനോട്ടായ ഡോക്ടർ അനിൽ മേനനും അദ്ദേഹത്തിന്റെ ഭാര്യയും സ്പേസ് എക്സിന്റെ ലീഡ് സ്പേസ് എഞ്ചിനീയറുമായിട്ടുള്ള അന്ന മേനനും. അനിൽ മേനന്റെ പിതാവ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്, അമ്മ യുക്രൈൻ സ്വദേശിയും. അമേരിക്കയിലാണ് അനിൽ ജനിച്ച് വളർന്നതെങ്കിലും സ്വന്തം വേരുകൾ അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല. ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് പാലക്കാട് ബഹിരാകാശ ലോകത്തിന്റെ ചർച്ചാ വിഷയമായി മാറിയതെന്ന്. ഇനി നാളെ ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന ഡോക്ടർ അനിൽ മേനന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ ശരിക്കും അത്ഭുതം തോന്നും. വെറും ഒരു സയന്റിസ്റ്റ് മാത്രമല്ല അദ്ദേഹം. ഹോവാർഡിൽ നിന്ന് ന്യൂറോബയോളജിയിൽ ബിരുദവും അതുപോലെ സ്റ്റാൻഫോർഡിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സും ഒപ്പം മെഡിക്കൽ ബിരുദവും MDയും നേടിയ ഒരു എമർജൻസി മെഡിസിൻ ഫിസിഷ്യനാണ് അദ്ദേഹം. അതുമാത്രമല്ല, US സ്പേസ് ഫോഴ്സിലെ ഒരു കേണൽ കൂടിയാണ് ഡോക്ടർ അനിൽ. ഇതിനു മുൻപ് US എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധമുഖത്ത് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷന്റെ ഭാഗമായിട്ട് മൗണ്ട് എവറസ്റ്റിലെ ക്ലൈംബേഴ്സിന് അടിയന്തര ചികിത്സ നൽകാനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. ഇന്ത്യയുമായും അനിൽ മേനന് അടുത്ത ബന്ധമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരു റോട്ടറി സ്കോളർഷിപ്പ് വഴി ഇന്ത്യയിലെത്തി പോളിയോ നിർമ്മാർജ്ജന ക്യാമ്പുകളിൽ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. 2014 ഒരു ഫ്ലൈറ്റ് സർജനായാണ് അദ്ദേഹം നാസയിൽ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് സ്പേസ് എക്സിൽ ചേരുകയും എലോൺ മസ്കിന്റെ സ്വപ്ന പദ്ധതിയായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ മെഡിക്കൽ പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ നേതൃത്വം നൽകുകയും ചെയ്തു. ഒടുവിൽ 2021 നാസ അദ്ദേഹത്തെ തങ്ങളുടെ ഒഫീഷ്യൽ ആസ്ട്രോനോട്ട് കാൻഡിഡേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തു. ഇനി ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ, കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിലാണ് അനിൽ മേനൻ നാളെ ബഹിരാകാശത്തേക്ക് കുതിക്കുക. റഷ്യൻ ബഹിരാകാശ യാത്രികരായ പ്രോട്ടർ ഡ്യൂബ്രോവ്, അന്ന കീക്കിന എന്നിവരാണ് അദ്ദേഹത്തിനൊപ്പമുള്ളത്. ഏകദേശം 8 മാസക്കാലം 240 ദിവസങ്ങൾ അനിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISS ചിലവഴിക്കും. അവിടെ വെച്ച് വളരെ നിർണായകമായ ചില മെഡിക്കൽ റിസർച്ചുകൾക്കാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത്. മൈക്രോഗ്രാവിറ്റി മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന പഠനം, അതുപോലെ ബഹിരാകാശത്തെ കുടിവെള്ളത്തിൽ നിന്ന് തന്നെ ജീവൻ രക്ഷിക്കാനുള്ള മരുന്നുകൾ, അതായത് IV ഫ്ലൂയിഡ്സ് നിർമ്മിക്കാനുള്ള ടെക്നോളജിയുടെ ടെസ്റ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഉപയോഗിച്ചുള്ള അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന റിസർച്ചുകൾ. ഇത് ഭാവിയിൽ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമുള്ള മനുഷ്യന്റെ യാത്രകൾക്ക് വലിയ സഹായകമാകും. ഇനി മറ്റൊരു രസകരമായ വസ്തുതയിലേക്ക് തിരിച്ചു വരാം. അനിലിന്റെ ഭാര്യ അന്ന മേനൻ 2024 സെപ്റ്റംബറിൽ സ്പേസ് എക്സിന്റെ ചരിത്രപരമായ പൊലാരിസ് ഡോൺ മിഷനിലൂടെ ഓൾറെഡി ബഹിരാകാശത്ത് പോയി വന്ന വ്യക്തിയാണ്. അന്ന മേനന്റെ വേരുകളിലേക്ക് വന്നാൽ, അന്ന മേനന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലവും വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അതും പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയാണ്. അന്നയുടെ മുത്തച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട്ട് നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ആളായിരുന്നു. അമേരിക്കയിൽ ജനിച്ചു വളർന്ന അന്ന എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയിൽ ലീഡ് സ്പേസ് ഓപ്പറേഷൻസ് എഞ്ചിനീയർ ആയിട്ട് കരിയർ കെട്ടിപ്പടുത്തു. മിഷൻ കൺട്രോളറായി നിരവധി ഡ്രാഗൺ ബഹിരാകാശ പേടകങ്ങളുടെ വിക്ഷേപണത്തിന് ചുക്കാൻ പിടിച്ചതും അന്നയാണ്. അതായത് ഡോക്ടർ അനിലിന്റെ അച്ഛൻ വഴി ഒറ്റപ്പാലം കണക്ഷനും ഭാര്യ അന്നയുടെ അമ്മയുടെ കുടുംബം വഴി മറ്റൊരു പാലക്കാടൻ കണക്ഷനും. ലോകത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്പേസ് വാക്ക് നടത്തിയ ചുരുക്കം ചില വനിതകളിൽ ഒരാളാണ് അന്ന. ബഹിരാകാശ ചരിത്രത്തിൽ ഇടം പിടിച്ച ലോകത്തിലെ തന്നെ അപൂർവം ഒരു പവർഫുൾ ആയിട്ടുള്ള സ്പേസ് കപ്പിൾ കൂടിയാണ് ഇവർ.
കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം അനിൽ മേനോന് ഇതിനോടകം തന്നെ ഔദ്യോഗികമായിട്ട് ആശംസകൾ നേർന്നു കഴിഞ്ഞു. ഒരു മലയാളി വേരുകളുള്ള മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ തേടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുമ്പോൾ ഓരോ മലയാളിക്കും ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്. നാളത്തെ അദ്ദേഹത്തിന്റെ വിക്ഷേപണം നാസ പ്ലസിലും അവരുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലും തത്സമയം കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.